പാലക്കാട് അതിരിലുള്ള കരിമ്പാറ എന്നൊരു ചെറിയ ഗ്രാമം. അതൊരു മലഞ്ചെരിവ് പ്രദേശമായിരുന്നു. ഗ്രാമത്തിൽ ഏകദേശം 60-70 വീടുകൾ മാത്രമുണ്ടായിരുന്നുള്ളൂ. ആളുകൾ കൂടുതലായി റബ്ബർ പ്ലാന്റേഷനിലും ചിലർ കാടിനകത്തേക്കുള്ള തെങ്ങ്, തേങ്ങ, കാപ്പി ജോലികളിലും ഏർപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിൽ ആരും രാത്രി 8 മണിക്ക് ശേഷമെങ്ങാനും പുറത്തിറങ്ങാറില്ല. കാരണം ഗ്രാമത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പഴയ ക്ഷേത്രത്തിനടുത്ത് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട് പോലും. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. ആ ശബ്ദം ആർത്ത് നിലവിളിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദവുമായിരുന്നു. സിറ്റിയിൽ നിന്നും ഗ്രാമത്തിലെ കോളേജിൽ പഠിക്കുന്ന അനൂപ്, ഏകദേശം 21 വയസ്സ് മാത്രം പ്രായം. അവൻ്റെ സുഹൃത്തുക്കൾ ഗ്രാമത്തിലെ കരിമ്പാറ ക്ഷേത്രത്തിലെ നിലവിളി കഥകളെക്കുറിച്ച് കേട്ടിരുന്നു. അതൊക്കെ കെട്ടുകഥകൾ തന്നെയാകും എന്നായിരുന്നു അവരുടെയും വിശ്വാസം. ഒരു രാത്രി 9 മണിക്ക് എല്ലാവരും ടോർച്ചെടുത്ത് ക്ഷേത്രത്തിന് അടുത്തേക്ക് പോയി. 100 വർഷം പഴക്കം ചെന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണ്. വാതിൽ പൂട്ടിയ നിലയിലും ഉള്ളിൽ ആരുമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു. പക്ഷേ ചുറ്റും വലിയ വൃക്ഷങ്ങൾ, പഴയ പാളികൾ, പച്ചകൊത്തിയ കല്ലുകൾ എന്നിവയൊക്കെ എന്തോ ഒരു വല്ലാത്ത ശൂന്യത അവരിലേൽപ്പിച്ചു. അവർ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരാളുടെ നിലവിളി മുഴങ്ങി. എന്നെ രക്ഷിക്കൂ എന്ന ഒരു ശബ്ദത്തിൽ ഒരു സ്ത്രീയുടെ നിലവിളിയായിരുന്നു അത്. അനൂപും കൂട്ടരും ശബ്ദം കേട്ടിടത്തേക്ക് പോയി. ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് ഒരു കിണറുണ്ടായിരുന്നു. കിണറിനരികിൽ വെള്ളയിൽ പൊതിഞ്ഞ ഒരു സ്ത്രീയുടെ രൂപം ഇരുന്ന് കരയുന്നത് കണ്ടു. അവർ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ണുകളുടെ സ്ഥാനത്ത് ഒരു കറുപ്പ് മാത്രം, ഒരു ശൂന്യമായ ഒരു കുഴി മാത്രം. വായ് തുറന്നപ്പോൾ മനുഷ്യ ശബ്ദമല്ല, ആഴത്തിലുള്ള ഗുരുതരമായ ഗർജനം പോലെ. അവർ നിലവിളിച്ചു. ഓടാൻ ശ്രമിച്ചപ്പോൾ കിണറിനുള്ളിൽ നിന്നും ചെങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ടു. ആരോ കിണറിനുള്ളിൽ കുടുങ്ങി പുറത്തേക്കിറങ്ങാൻ നോക്കുന്നത് പോലെ. പിന്നീട് ഗ്രാമത്തിലെ ഒരു മുത്തശ്ശൻ പറഞ്ഞു, 50 വർഷം മുമ്പ് ക്ഷേത്രത്തിനരികിൽ താമസിച്ചിരുന്ന മാധവിയെ അവരുടെ ഭർത്താവ് പാതി ജീവനോടെ അവളെ ആ കിണറ്റിലായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. ഗ്രാമം മുഴുവൻ അത് മറക്കാൻ നോക്കിയെങ്കിലും അവളുടെ ആത്മാവ് ഇപ്പോഴും അവരെ എല്ലാവരെയും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ആ രാത്രിയിൽ കാണപ്പെട്ടത് മാധവിയുടെ പ്രേതം തന്നെയായിരുന്നു. അവൾ വെള്ളവസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഒരിക്കലും ആരെയും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഭീതിപ്പെടുത്തുകയും ചെയ്യും. അന്നത്തെ സംഭവത്തിന് ശേഷം അവർ എങ്ങനെയോ വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ അനൂപിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വിഷ്ണുവിന് അന്ന് രാത്രിക്ക് ശേഷം ശരീരത്തിൽ എന്തൊക്കെയോ അസാധാരണമായി മാറ്റം സംഭവിക്കുന്ന പോലെ തോന്നി. രാത്രി ഉറങ്ങുമ്പോൾ വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ, ശ്വാസം മുട്ടുന്നത് പോലെ, പലപ്പോഴും എന്നെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കൂ എന്ന സ്ത്രീയുടെ ശബ്ദത്തിൽ ആരോ നിലവിളിക്കുന്ന പോലെ. അത്തരത്തിലുള്ള സ്വപ്നത്തിലൂടെ അവൻ ഞെട്ടിയുണർന്നു. എന്നാൽ അന്നു മുതൽ വിഷ്ണുവിൻ്റെ പെരുമാറ്റത്തിലും വിഷ്ണുവിൻ്റെ നടപ്പിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു. ഇന്നും വിഷ്ണു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടില്ലെന്ന് കരിമ്പാറക്കാർ പറയുന്നു. അതിനുവേണ്ടി ഒരുപാട് പൂജകളും മന്ത്രങ്ങളും ചികിത്സകളും അവർ ചെയ്തിരുന്നു. കേരളത്തിൻ്റെ അതിരിൽ വനങ്ങളും മലകളും ചുറ്റിപ്പറ്റിയൊരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൻ്റെ പേര് കല്ലോലി. ഈ ഗ്രാമത്തെക്കുറിച്ച് പലരും പറയുന്നത്, കല്ലോലി ഗ്രാമത്തിൽ രാത്രിക്ക് ശേഷം ജീവനുള്ളവർക്കുള്ള സ്ഥലമല്ല, മരിച്ചവർക്കുള്ള സ്ഥലമാണ് എന്നാണ്. കല്ലോലി ഗ്രാമം പുറം ലോകവുമായി ബന്ധം കുറവായ ഒരു സ്ഥലം. ചുറ്റും കാടുകൾ. രാത്രി കഴിഞ്ഞാൽ വൈദ്യുതി പോകും. ഗ്രാമത്തിൽ വലിയൊരു പുഴ ഒഴുകുന്നു. ആ പുഴയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത്, സന്ധ്യ കഴിഞ്ഞാൽ ആ പുഴയിൽ നിന്നും ആരെങ്കിലും വെള്ളം കുടിച്ചാൽ അവരുടെ ജീവൻ നഷ്ടമാവും എന്നായിരുന്നു. പഴയ കാലത്ത് പുഴയിൽ മുങ്ങി മരിച്ചവരുടെ ആത്മാക്കൾ ഇന്നും അവിടെ അലഞ്ഞു തിരിയുന്നു എന്നാണ് ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. അരുൺ എന്ന ഒരു ഫിലിം മേക്കർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഹോണ്ടഡ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇയാൾ തീരുമാനിക്കുന്നത്. കൂട്ടായി സുഹൃത്തുക്കളായ ജിതിൻ, ഹരീഷ്, അനു. അവർ നാട്ടുകാർ പറയുന്ന മുന്നറിയിപ്പ് അവഗണിച്ച് കല്ലോലിയിലേക്ക് യാത്ര തിരിക്കുന്നു.
അങ്ങനെ അവരൊരു പഴയ ഉപേക്ഷിക്കപ്പെട്ട പണിക്കർ ബംഗ്ലാവിൽ താമസിക്കാൻ തീരുമാനിച്ചു. ആ ബംഗ്ലാവ് വാതിലുകൾ പിഴുതുപോയ ജനവാതിലുകൾ, മുള്ളുകൾ വളർന്ന, ചുറ്റും ആരുമില്ലാത്ത ഒരിടം. രാത്രി 12ഓടെ പുറത്തുനിന്ന്, ഏകദേശം പുഴയുടെ അടുത്തു നിന്നും ഒരു നിലവിളി കേട്ടു. ഒരു സ്ത്രീ ശബ്ദം, എന്നെ രക്ഷിക്കൂ, വെള്ളം, വെള്ളം. ജിതിൻ ടോർച്ചെടുത്ത് പോയപ്പോൾ പുഴയുടെ അരികിൽ വെള്ളയിൽ പൊതിഞ്ഞ ഒരു സ്ത്രീ. എന്നാൽ ആ സ്ത്രീയുടെ പകുതി ഭാഗം വെള്ളത്തിനുള്ളിൽ തന്നെ ആയിരുന്നു. രാവിലെ അവർ ഗ്രാമത്തിലെ ഒരു ആശാനോട് ഈ കഥകളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അവരോട് ഒരു കഥ പറയുകയുണ്ടായി. കല്ലോലി പുഴ ഒരിക്കൽ ശപിക്കപ്പെട്ടതാണ്. പണ്ടുകാലത്ത് ഒരു തോശാമ എന്ന മന്ത്രവാദി ഗ്രാമത്തിലെത്തിയിരുന്നു. അവർ ചെയ്ത മാന്ത്രിക ചടങ്ങിൽ മരിച്ചവരുടെ ആത്മാവ് മോചിതമായില്ല. അതുകൊണ്ട് രാത്രി കഴിഞ്ഞാൽ കല്ലോലിയിൽ മരിച്ചവർ ജീവിക്കുന്നവരെ തേടുന്നു. അങ്ങനെയൊരു കഥ അവർക്ക് മുന്നിൽ ആ ആശാൻ വിവരിച്ചു കൊടുത്തു. അന്ന് രാത്രി ബംഗ്ലാവിനകത്ത് അനു കണ്ണാടി നോക്കുമ്പോൾ തൻ്റെ പ്രതിബിംബമായി കണ്ണാടിയിൽ മറ്റൊരാളുടെ മുഖം അവൾ കണ്ടു. ഒരു മരിച്ച കുട്ടിയുടെ മുഖം പോലെ. കുട്ടി പറഞ്ഞു, എന്നെ കണ്ടെത്തൂ, ഞാൻ പുഴയിൽ തന്നെയുണ്ട്. കൂട്ടത്തിൽ ഒരാളായ ഹരീഷിന് രാത്രി ഉറങ്ങുമ്പോൾ വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ, ശ്വാസം മുട്ടുന്ന പോലെയും, അവൻ്റെ കഴുത്തിൽ വെള്ളത്തിൽ മരിച്ചുപോയ ആത്മാക്കളുടെ വിരലടയാളങ്ങൾ പോലെ ചുവന്ന പാടുകൾ. അവസാന ദിവസം രാത്രി അവർ പുഴയുടെ കരയിൽ പോയപ്പോൾ ചുറ്റും 100ഓളം ആത്മാക്കളുടെ ശബ്ദം. ആർത്ത് നിലവിളിക്കുന്ന സ്ത്രീകൾ, കരയുന്ന കുട്ടികൾ, കരഞ്ഞു വിളിക്കുന്ന പുരുഷന്മാർ. അതെല്ലാം കല്ലോലി പുഴയിൽ മുങ്ങി മരിച്ചവരുടെ ആത്മാക്കളായിരുന്നു. പെട്ടെന്ന് ആ മന്ത്രവാദി തോശാമ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കറുത്ത മുഖം, ചുവന്ന കണ്ണുകൾ, കയ്യിൽ രക്തം പുരണ്ട ഒരു ചുറ്റിക. അവർ പറഞ്ഞു, നിങ്ങൾക്കിവിടെ ജീവിച്ചിറങ്ങാൻ കഴിയില്ല. കല്ലോലി നദി നിങ്ങളെപ്പോലെയുള്ളവരെ വിട്ടയക്കില്ല. അടുത്ത ദിവസം രാവിലെ ഗ്രാമക്കാർ കണ്ടത് അവരുടെ ക്യാമറയും ബാഗുകളും മാത്രമായിരുന്നു. അരുൺ, ജിതിൻ, ഹരീഷ്, അനു, ഒരാളെയും കണ്ടെത്താനായില്ല. ഇന്നും ആ പുഴയുടെ അരികിൽ മാത്രം കേൾക്കുന്ന ശബ്ദം, എന്നെ രക്ഷിക്കൂ എന്ന ഒരു ശബ്ദം ഇന്നും ഗ്രാമത്തിലേക്ക് വരുന്ന പുതുമയുള്ള മനുഷ്യരെ തേടുന്നു. കേരളത്തിലെ വയനാട് അതിരിൽ ഒരിക്കൽ വലിയൊരു ടൈൽ ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇന്നത് ശൂന്യമായ അവസ്ഥയിലാണ്. നാട്ടുകാർ പറയുന്നു, അവിടെ രാത്രി, ആ വഴി രാത്രി കടന്നുപോയാൽ മനുഷ്യ ശബ്ദമല്ലാത്ത ഒരു നിലവിളി കേൾക്കാമെന്ന്. വയനാടിലെ ഒരു ഫാക്ടറി ഏരിയ 1970കളിൽ പ്രവർത്തിച്ചിരുന്നു. ഒരിക്കൽ അവിടുത്തെ ഒരു മെഷീനറി പൊട്ടിത്തെറിച്ച് 17 തൊഴിലാളികൾ ജീവൻ വെടിഞ്ഞു. ശേഷം ഫാക്ടറി അതുമൂലം അടച്ചിടുകയുണ്ടായി. ഇന്ന് ആ ഫാക്ടറി വളരെയധികം ദ്രവിച്ച് വീഴാറായ ഒരു അവസ്ഥയിൽ, തുരുമ്പെടുത്ത ഇരുമ്പുവാതിലുകളും ഇടിഞ്ഞു വീഴാറായ മതിൽക്കെട്ടുകളുമായി അവിടെ നിലനിൽക്കുന്നു. രാത്രി 10 കഴിഞ്ഞാൽ ആരും കടക്കാത്ത, അല്ലെങ്കിൽ കടക്കാൻ പേടിപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഫാക്ടറി. ഹോണ്ടഡ് സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാനായി അനീഷ് എന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ സഹോദരൻ രോഹിത്തുമായി ആ ടൈൽ ഫാക്ടറിയിലേക്ക് കടന്നു. അവർ ഫാക്ടറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മെഷീൻസ് എല്ലാം പൊടി പിടിച്ചു കിടക്കുന്നു. പക്ഷേ ഇടയ്ക്കിടെ ആരോ ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദം അടുത്തടുത്തായി കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ചുറ്റുപാടും നോക്കുമ്പോഴൊന്നും അവർക്കവിടെ ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ മെയിൻ ഹാളിലെത്തി. അവിടെ ചുമരിൽ വലിയ കറുത്ത കൈയടയാളങ്ങൾ അവർ കണ്ടു. പെട്ടെന്നാണ് അവരുടെ പുറകിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി. അവർ ഫാക്ടറി യൂണിഫോം ധരിച്ചിരിക്കുന്നു, മുഖം പകുതി കത്തിപ്പോയതുപോലെ. അവർ ക്യാമറ കൊണ്ടത് റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ ക്യാമറ പ്രവർത്തിക്കുന്നേ അന്നത്തെ രാത്രി അവർ ആ ഫാക്ടറിയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ രാത്രിയുടെ മധ്യത്തിൽ ഏകദേശം 1 മണിക്ക് ആ മെഷീനറി റൂമിൽ നിന്നും ചൂടുള്ള ഒരു പുക ഉയരുന്നത് അവർ കണ്ടു. മെഷീൻ സ്വയം ഓണാകുന്നു, പെട്ടെന്നത് ഓഫാകുന്നു. അവർക്ക് മുന്നിൽ 17 തൊഴിലാളികളുടെയും പ്രേതരൂപങ്ങൾ പുകയിൽ നിന്നും തെളിഞ്ഞു വരുന്നത് പോലെ അവർക്ക് തോന്നി. ചിലർ കരയുന്നു, ചിലർ നിലവിളിക്കുന്നു, ചിലർ ചൂടിൽ പൊള്ളുന്ന പോലെ, ചങ്ങല പൊട്ടിത്തെറിക്കുന്ന പോലെ അട്ടഹസിച്ച് ചിരിക്കുന്നു. ആ സമയമാണ് അനീഷ് പറഞ്ഞത്, നമുക്ക് ഇവിടെ നിന്ന് പോകാം,
ഇവിടെ എന്തൊക്കെയോ ഒരു ദുരൂഹത ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അവർ പുറത്തു പോകാൻ ശ്രമിച്ചപ്പോൾ ഫാക്ടറി ഗേറ്റ് താനെ അടഞ്ഞുപോയി. വാതിലിനരികിൽ ഒരു കസേരയിട്ട് ഒരു ഉയർന്ന പൊക്കമുള്ള തടിച്ച ശരീരമുള്ള പഴയ ഒരു ഫാക്ടറി മാനേജർ പോലുള്ള ഒരു മുഖം മുഴുവൻ പൊള്ളലുകളുള്ള ഒരാൾ ആ കസേരയിലിരിക്കുന്നു. അവൻ കയ്യിൽ വലിയൊരു ചുറ്റിക പിടിച്ചായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അവൻ അവരുടെ നേരെ നോക്കി പറഞ്ഞു, ഞങ്ങളെപ്പോലെ നിങ്ങളും ഇവിടെ കുടുങ്ങണം. ഈ ടൈൽ ഫാക്ടറിയിൽ നിന്നും ആരും ഇനി രക്ഷപ്പെടില്ല. അടുത്ത ദിവസം രാവിലെ ഗ്രാമക്കാർ കണ്ടത് അവരുടെ ക്യാമറ മാത്രം മെഷീൻസിനടുത്ത് കിടക്കുന്നത്. റെക്കോർഡ് ചെയ്ത ഫോട്ടേജിൽ അവസാന സീൻ അനീഷും കൂട്ടരും ഓടുന്നതായിരുന്നു. പിന്നിൽ നിന്നും കറുത്ത നിഴലുകൾ പിന്തുടരുന്നത് പോലെ. ഇന്നുവരെ ആ ഫോട്ടേജ് അപ്ലോഡ് ചെയ്യാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. നാട്ടുകാർ പറയുന്നു ആ ടൈൽ ഫാക്ടറി ഇന്നും ആ 17 ആത്മാക്കളുടെ കുടിൽ തന്നെയാണെന്ന്.